السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. സഹോദരിമാരെ, അള്ളാഹുയുടെ ആദേശ നിർദ്ദേശത്തെ ജീവിതത്തിൽ അലവടിച്ചിട്ട് തഖ്വത്തോടു കൂടെ ജീവിക്കണു, അതുപോലെ അമലാക്കണു ചൊന്നിട്ട് ഫസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ഞാൻ വസിയത്താക്കിയിട്ടുള്ളേ അള്ളാഹു സുബ്ഹാനഹു വ തആല അതൊക്കെ ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും പ്രദാനം ചെയ്യട്ടെ. സഹോദരിമാരെ, ജന്റെ 3 ഉസ്താദമാരെ ഭാഷണമുള്ളത് കൊണ്ടിട്ട് ഒരു മുന്നോടിയും ഇല്ലാണ്ട് വിഷയത്ത് കടക്കോ പോയിട്ടുള്ളേ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ പടച്ചത് അവന്റെ ഇബാദത്ത് എടുക്കോ വേണ്ടിയിട്ടായിട്ട്, മുത്തഖിയായിട്ട് ജീവിക്കോ വേണ്ടിയിട്ട്, തഖ്വ ഉള്ളങ്ങാവുകോ വേണ്ടിയിട്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലുടെ വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്ന് ചൊല്ലുടെ വർഗത്തെയും ഇൻസ് ചൊല്ലുടെ വർഗത്തെയും നക്കെ ഇബാദത്ത് എടുക്കാൻ വേണ്ടി അല്ലാണ്ട് നാ പടച്ചിട്ടില്ല ചൊന്നിട്ടായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലുന്നത്. അപ്പൊ അവന്റെ ഇബാദത്ത് എടുക്കോ വേണ്ടിയിട്ട് അല്ലേ, അതായത് ഈ ദുനിയാവശ്യം ഞങ്ങളെ കടത്തിയത് ആഖിറത്ത് വേണ്ടിയിട്ടുള്ള ഒരു കൃഷി ഇവിടെ ആക്കുക വേണ്ടിയിട്ട്, അള്ളാഹുടെ ഭയപ്പെട്ട് ജീവിച്ചിട്ട് അള്ളാഹിന്റെ റസൂലിനെ അനുസരിച്ചിട്ട് ജീവിച്ചിട്ട് തഖ്വത്തോടു കൂടെ ജീവിച്ചിട്ട് അതേ ഈമാനോട് കൂടെ മരിക്കുകൊല്ലങ്ങ ആയിട്ടിക്കട. ഞങ്ങളെ സബ്ജക്റ്റിന്റെ മരണത്തെ സംബന്ധിച്ചായിട്ട് മരണ ചൊല്ലത് സഹോദരന്മാരെ ഞങ്ങൾ മനസ്സിലാക്കണത് ഞങ്ങളെ കണ്ണു മുന്നല്ലോ ഒരുപാട് കണ്ടോണ്ടുള്ളതുമായിട്ട് മരണ ചൊല്ലത് അത് ഹക്കായിട്ടിക്കടേ. അത് ഏത് സമയത്ത് ഞങ്ങളെ മുട്ട വന്നെത്തിരി എപ്പോ ഞങ്ങളെ അതിൽ പിടികൂട്ടി ചൊന്നിട്ട് ആര് ചൊല്ലും സാധ്യത. മരണാനന്തര ജീവിതത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ തയ്യാറാവാനായിട്ടിക്കട്. അള്ളാഹുടെ മേലുള്ള പരിപൂർണമായ വിശ്വാസത്തോടുകൂടെ ജീവിച്ചിട്ട് അതുപോലെ അമലാക്കിട്ട് അതേ മുഅ്മിനായിട്ട് ജീവിച്ചിട്ട് മുഅ്മിനായിട്ട് ഞങ്ങൾ മരിക്കുക ഞങ്ങൾ തയ്യാറാവണം. കാരണം ദുനിയാവ് ചൊല്ലത് ഇവിടെ ആർക്കും ശാശ്വതമല്ല, ദുനിയാവ് ചൊല്ലത്. അപ്പൊ ഞങ്ങളെ എന്നെന്നും മുഅ്മിനങ്ങളെ സംബന്ധിച്ചിടത്തോള ഞങ്ങളെ ജീവിതം എന്നെന്നും ഞങ്ങൾ ജീവിക്കുള്ളത് ഞങ്ങളെ ഒരു ലോകം ഉണ്ടത് പരലോകമായിട്ടിക്കണേ. മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല
ഒരുപാട് നെയ്മത്തുകളെ നിറക്കപ്പെട്ട് സ്വർഗ പൂങ്കാവന തയ്യാറാക്കി വെച്ചിട്ടുള്ളത് മോമിനീക്ക് വേണ്ടിയിട്ടായിട്ടിക്കട്. അള്ളാഹുടെ അനുസരിച്ചിട്ട് അള്ളാഹുടെ മേലുള്ള വിശ്വാസം പൂർത്തിയായിട്ടുള്ളവനും അതാ അവന്റെ ജീവിതം മുഴുവനും അള്ളാഹുടെ ഭയന്നിട്ട് തക്വത്തോടുകൂടെ അവന് ജീവിക്കണവനായിട്ടിക്കട. അതേ മൂമിനായിട്ട് മരിച്ചു പോയെങ്കിൽ അവന് കൊണ്ടുള്ള വിജയം, അവന് കൊല്ല ഒരു പ്രതിഫലമായിട്ടിക്കണത് സ്വർഗ ചൊന്നിട്ട് ഞങ്ങൾ മനസ്സിലാക്കാനായിട്ടിക്കട്. പ്രതി ഓരോരു മനുഷ്യൻ മരണത്തിന് ഞങ്ങൾ തയ്യാറായിട്ട് വേണം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നത് അഅ്മാറു ഉമ്മത്തി മാ ബൈന 60 വ 70 വഅഖല്ലുഹും മൻ യജൂസു ദാലിക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നത് നന്റെ സമുദായത്തെ ആയുസ്, നന്റെ ഉമ്മത്തിമാരെ ആയുസ് അത് മാ ബൈന 60 വ 70 അത് 70 ഉൾഗായിട്ടിക്കടേ. നന്റെ സമുദായത്തെ ആയുസ് ചൊല്ലത് അങ്ങനെ ഉംറ ചൊല്ലത് 60-70 വർഷത്തെ ഉൾഗായിട്ടിക്കടേ. പിന്നെ അല്ലാഹു റസൂൽ ചൊന്നു വഅഖല്ലുഹും മൻ യജൂസു ദാലിക്. എന്തേ ചെമ്മത്തെ ആൾമാർക്ക് മാത്രമേ അതിന് ദാട്ടി പോകേണ്ടറുണ്ട്. 70 ചിലപ്പോ 80-100 ആവും, ചൊല്ലോ സാധ്യല്ല. ആയെങ്കിലാ നന്റെ ഉമ്മത്തിമാരെ ആയുസ് അതാ 60-70 ഉൾഗ മാത്രമായിട്ടിക്കടേ ചെന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നേ. അപ്പൊ മരണത്തിന് അവന് സീക്ക് പറഞ്ഞിട്ടോ ഇല്ലേ? സീക്ക് വന്നിട്ടേ മരിക്കണോട്ടില്ലേ? വയസ്സായിട്ടേ മരിക്കണൊന്നിട്ടില്ലേ? അല്ലേ? 60-70 ഉൾഗായിട്ടിക്കടേ. അത്തറും വേണ്ട. അത് ഒരു ചൊന്നരം അള്ളാന്റെ റസൂൽ ചൊന്നരം മാത്ര മരണം അതിന് ഉൾഗത്തെ എപ്പോ വരുമ്പോൾ മരണ ചൊല്ലത് ആ സിംഹം ഞങ്ങളെ എപ്പോ അത് പിടികൂടി ചൊന്നിട്ട് നമുക്ക് ചൊല്ലുക സാധ്യമല്ല. ഞങ്ങളെ കണ്ണു മുന്നുള്ള ഒരുപാട് മരണമായിട്ട് കണ്ടോണ്ടുള്ളത്, കളിച്ചിട്ടും ചിരിച്ചിട്ടും ഒരുപാട് ഉദ്ദേശം വെച്ചിട്ടുള്ള ആൾമാർ ചിരിച്ച് കളിച്ചിട്ടുണ്ട്. ഇന്ന പോലെമേ പെട്ടെന്നുള്ള മരണം അല്ലേ? പെട്ടെന്നുള്ള മരണമായിട്ട് നടന്നു പോയിട്ടുള്ളത്. അപ്പൊ ഞങ്ങൾ മനസ്സിലാക്കണം, നാനും ഇതേപോലെ ഞാൻ മരിക്കൊണ്ട് ചൊന്നിട്ടുള്ളേ. നന്റെ മരണം എപ്പോ ചൊന്നിട്ട് ചൊല്ലോ സാധ്യല്ലേ? അതുകൊണ്ട് ഞങ്ങൾ ഇത്തരം ആയുസ് അള്ളാഹു തന്നിരല്ലേ? ഈ ആയുസിന് ഞങ്ങ എങ്ങനെ ഞങ്ങ ചില വാക്കൊന്ന് ചൊന്നിട്ട് ഞങ്ങൾ മനസ്സിലാക്കണം. ഞങ്ങളെ മരണ ചൊന്നിട്ടുള്ളത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്ന ഉമർ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഇന്നമാ അജലുകും ഫി അജലി മൻ ഖലാ മിനൽ ഉമമി മാ ബൈന സ്വലാത്തിൽ അസ്രി ഇലാ മഗ്രിബി ശംസ് റവാഹുൽ ബുഖാരി. എന്തേ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ആക്കടെ ഹദീസ് ആയിട്ടിക്കടെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നത് കഴിഞ്ഞു പോയ സമുദായത്തെ ഞങ്ങൾ ഇന്ന് ഹോളി സെന്റായെങ്കിലേ നിങ്ങളെ അതായ മുസ്ലിം സമുദായത്തെ ആയുസ് അത് അസർ നിസ്കാരം അതുപോലെ സൂര്യാസ്തം നടുള്ള സമയമായിട്ടിക്കടേ. അസർ നിസ്കരിച്ചിട്ട് മഗ്രിബ് സൂര്യ അസ്തമിക്കണോ എത്ര ടൈം പേനായത് അത്രേ ടൈം ആയിട്ട് ചൊന്നിട്ടായിട്ടിക്കടേ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നു. അപ്പൊ അത്ര വേഗം ഞാൻ കുറേ വർഷം മിഞ്ചു ചെന്നിട്ട് 6 വിചാരിക്കണോട്ടില്ലേ അല്ലേ? അള്ളാഹു ഞങ്ങൾ ഒരു ആയുസ് ഒരു ടൈം തന്നറ. ആ ടൈം തന്ന ബർത്തക്ക് അതിൽ ഒരിക്കലും മുന്തൂടല്ലേ അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലത് വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ വല്ലാഹു ഖബീറുൻ ബിമാ തഅമലൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ല വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഒരു ശരീരത്തെ ഞങ്ങൾ പിന്തിക്കളയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലത് ഇദാ ജാഅ അജലുഹാ അവന്റെ അതാ ആയുസ്രാവധി തീണ്ടായെങ്കില് അവന്റെ അവധി അതാ ബന്ധണ്ടായെങ്കില് ഒരു സെക്കൻഡ് പോലും ഇതാ ഈ ഭൂമി ലോകത്തവന്റെ മുന്തൂടല് മരണം ഹക്കായിട്ടിക്കടേ. മരണം ഉണ്ട് പിടികൂടിയിട്ടേ ആയിട്ടിക്കോ. അതുകൊണ്ടിട്ട് ഞങ്ങൾക്ക് അള്ളാഹു തന്നെ ഞങ്ങളെ ആയുസ്സിലെ ഞങ്ങൾ എങ്ങനെ ചെലവാക്കേണ്ടിന്ന ചൊന്നിട്ട് ഞങ്ങൾ മനസ്സിലാക്കണം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചൊല്ലു രണ്ടാമത്തെ ഖലീഫ ആയിട്ടുള്ളേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചൊല്ലു حاسبوا أنفسكم قبل أن تحاسبوا وتزينوا للعرض الأكبر وإنما يخف الحساب على من حاسب نفسه في الدنيا. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചൊല്ലേ നിങ്ങളെ വിചാരണ ആക്കുന്നതിന് മുന്നോളായിട്ട് നിങ്ങളെ സ്വന്തം വിചാരണ ആക്കലറു. നിങ്ങളെ വിചാരണ ആക്കുന്ന 4 പറ ഉണ്ടല്ലേ? നിങ്ങളെ ഒരു പ്രദർശന ആക്കണ പോലത്തെ അല്ലേ മഹാപ്രദർശന ആ 5 ಅದಕ್ಕೆ മുന്നോളായിട്ട് നിങ്ങളമേ നിങ്ങൾ എന്ത് വിചാരണ ആക്കലറോ? നക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്ര ആയുസ് തന്നല്ലേ? നന്റെ ആയുസ് നാണ് ഏതിലുള്ള ചെലവാക്കണ്ടുള്ള എന്തിനു നാണ് ചെലവാക്കിയ ചൊന്ന് ഞങ്ങൾ മനസ്സിലാക്കണം. നന്റെ ജീവിതം എന്തിനാക്കിയ എത്ര നല്ലതാനാക്കിയ എത്ര ബെടക്കാക്കിയ എന്നിട്ട് അവൻ എന്താക്കണോ? അവന് വിചാരണ ആക്കണമായിട്ടിക്കടേ.
എന്തേ ആറ് ഇഹലോകത്ത് തന്റെ സ്വന്തം വിചാരണ ആക്കണന എന്നെങ്കിൽ പിന്നെ ആറ് സ്വന്തം വിചാരണ ആക്കണന അവനക്ക് പരലോകത്തെ വിചാരണ ഭാര്യ അഗുറായിട്ടിക്കണോട്ടെ ഹെൽപ്പത്തിലായിട്ടിക്കൊണ്ട് അല്ലേ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലി. അപ്പൊ നങ്ങമേ സ്വന്തം നങ്ങളെ തന്റെ നങ്ങൾ കേട്ടോളണോ, വിചാരണ ആക്കണോ? നക്ക് അള്ളാഹു തന്ന ഈ ആരോഗ്യ നന്റെ ആയുസ് നാൻ ഏതിൽ ചെലവാക്കേ എന്തേ ശിർക്കും വിദഅത്തായിട്ട് ഞാൻ ചെലവാക്കിയതാ. അള്ളാഹും അള്ളാന്റെ റസൂലിനെ അനുസരിക്കാണ്ട് തമ്മാടിയായിട്ട് ഞാൻ ജീവിച്ചിരമാ അല്ല. ഇന്ന് മുതൽ നാം നല്ല ആവനാ. നക്ക് മരണം ഉണ്ടല്ലേ ചെന്നിട്ടില്ല ബോധത്തോടു കൂടെ അവന് ജീവിക്കണം, അവനത് മനസ്സിലാക്കണം. അവന്റെ ശരീരത്തെ വിട്ട് അവന് വിചാരണ ആക്കണോടായിട്ടിക്കട്. ദുനിയാവ് ശരീരമായിട്ടിക്കട് സഹോദരന്മാരെ, ദുനിയാവ് ചൊല്ലത് ശരീരമായിട്ടിക്കട്. ആഖിറായിട്ടിക്കണത് വലിയത് പരലോക. ദുനിയാവിൽ ഇണ്ടാ നാളെ മരിച്ചു പോണ്ടേ കയറ്റിക്കട. ഈ ലോകത്തിലെ ഒരു ജീവിയോട് ബാക്കിയാവുകയില്ല, എല്ലാത്തും മരണമുണ്ട്. എല്ലാ മരണത്തെ ടേസ്റ്റ് നോക്കൊണ്ടു അല്ലേ. എല്ലാ ജീവജലത്തും മരണമുണ്ട് അല്ലേ. അത് മരണത്തെ ടേസ്റ്റ് നോക്കൊണ്ടേ ചെന്ന് മനസ്സിലാക്കണം അല്ലേ. ഞങ്ങളെ മുന്നിൽ കണ്ടിട്ടുള്ള ഒരുപാട് മരണ. അപ്പൊ പ്രതി ഓരോരുത്തരും മരിക്കുണ്ട് ചെന്നത് നമുക്ക് മനസ്സിലാക്കാം. ഈ ലോകത്ത് ആരും ബാക്കിയാവുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നേ മദ്ദുന്യ ഫിൽ ആഖിറതി ഇല്ലാ കമാ യജഅൽ അഹദുകും ഉസ്ബുഅഹു ഫിൽ യമ്മി ثم لينظر بما يرجع. സ്വഹീഹ് ഇബ്നു മാജah. എന്നേ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നേ ഇഹലോകത്തെ പരലോകത്തെ തങ്ങ ഹോലിസണ്ടായെങ്കിലേ അത് നിങ്ങൾ ഒരാൾ തന്റെ ബെറലെ കടലിൽ ഇട്ട പോലെ ആയിട്ടിക്കടേ. ദുനിയാവുടെ ആഖിറത്ത് തങ്ങ ഹോലിസണ്ടായെങ്കിൽ ദുനിയാവ് ചിലത് എത്ര നിങ്ങളെ ഒരു ബെറല് കടലിലെ തണ്ണി മുക്കിട്ട് എടുക്കുമ്പോത്തുകോ അതിൽ എത്ര തണ്ണി വേണ്ടേ അത്ര ദുനിയാവ് ചുമട്ടു അല്ലേ. അത്ര വലിയ ബഹർ എത്ര തണ്ണി നിറഞ്ഞിട്ടില്ല. ആ ബഹർ നിങ്ങളെ ഒരു ബെറൽ ഇട്ടിട്ട് നിങ്ങൾ എടുക്കുമ്പോത്തുകോ എത്ര തണ്ണി വരും അതില്. അത്ര ആയിട്ടിക്കടേ ഈ ദുനിയാവ് ചൊല്ലതേ. ആ ദുനിയാവ് അത്ര ആയിട്ടിക്കടേ. ബാക്കിയുള്ളത് എല്ലാം പരലോക്കാണ് നമുക്ക് മനസ്സിലാക്കണോ. ബാക്കിയുള്ള ആ കടലുള്ള എല്ലാ തണ്ണി അതായിട്ട് പരലോകം നമുക്ക് മനസ്സിലാക്കണോ. എന്തേ അത്ര പരലോകം എന്നെന്നുമുള്ള ജീവിത. അവിടെ മരണയില്ലേ. സ്വർഗത്ത് പോയ അവനക്ക് മരണയില്ലേ അല്ലേ. സ്വർഗ ചൊല്ലത് അത് രക്ഷഭവനായിട്ടിക്കടേ. എപ്പോഴും കൊസിൽ അവന്റെ ജീവിതമായിട്ടിക്കടേ. ഒരിക്കലും അവനക്ക് മരണയില്ലേ. അതേപോലെ നരകമുണ്ട്. തമ്മാടിയായ മനുഷ്യ, അക്രമിയായ മനുഷ്യ, സത്യനിഷേധിയായവനുകഥാ നാലതാ അവനുകഥാ കഠിനമായ ശിക്ഷാഭവന നരകമുണ്ടല്ലേ. ആ നരകത്തിലും അവന് മരിക്കുകയില്ലേ. കാലകാലം അവനക്ക് ശിക്ഷ ആയിട്ടിക്കടേ. ഒരിക്കലും അവനക്ക് ആശ്വാസം കിട്ടുക പോകില്ലേ. എന്തേ ഈ ലോകത്തിൽ അള്ളാഹുടെ മറന്ന് നടന്നിട്ട് ഈ ലോകത്തിൽ വേണ്ടാത്ത എല്ലാ അനാചാരാക്കിട്ട് അള്ളാഹുടും അള്ളാഹുടെ റസൂലെ ധിക്കരിച്ച് നടന്ന മനുഷ്യ, ശിർക്കാക്കിട്ട ശിർക്കിലെ മുങ്ങിയ മനുഷ്യ ഉണ്ടല്ലേ, അവന് ഒരിക്കലും സ്വർഗത്ത് കടക്കുകയില്ല, സാധ്യമയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ചൊല്ലത് പരിശുദ്ധമായ ഖുർആനിൽ ചൊല്ലത് ആ ശിർക്കാക്കിട്ട ആര് മരിക്കണാ അവനക്ക് സ്വർഗ ഹറാമായിട്ട് പരിശുദ്ധമായ ഖുർആൻ. ഞങ്ങൾ ഖുർആൻ ഓതുരങ്ങ, ഞങ്ങൾ ഖുർആൻ ഓതിട്ട് മനസ്സിലാക്കണം. ഖുർആൻ ഓതുമ്പത്ത് ഞങ്ങൾക്ക് അതിന്റെ അർത്ഥം പഠിക്കാവുന്ന എല്ലാവിടെ സൗകര്യവും ഇപ്പൊ ഉണ്ട്. ഞങ്ങൾ അതൊക്കെ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലത് ഇന്നഹു മയ്യുശ്രിക് ബില്ലാഹ്, ആരെങ്കിലും അള്ളാഹു ശിർക്കാക്കേണ്ട സഹഭാഗിയാക്കണ്ടായെങ്കിൽ, അള്ളാഹു ആരെങ്കിലും പാർട്ട്ണറാക്കണ്ടായെങ്കിൽ, അന്ന് അള്ളാഹു അല്ലാത്ത ആരെങ്കിലും വിളിച്ചിട്ട് തേടിണ്ടായെങ്കിൽ, അള്ളാഹു അല്ലാത്തങ്ങളേതാ അങ്ങോട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടായെങ്കിൽ, അങ്ങ് വേണ്ടിട്ടതാ ബലി കൊടുത്തിട്ടുണ്ടായെങ്കിൽ, ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവനുകതാ സ്വർഗ ഹറാം. പരിശുദ്ധമായ ഖുർആൻ ചൊല്ലത് ശിർക്കാക്കി അവനതാ സ്വർഗ ഹറാമായിട്ടിക്കടേ. പിന്നെ അവന് പോണ്ട പ്ലേസ് ഏത്? അവന് പോയിട്ട് കിടക്കട ആ പ്ലേസ് അതാ നരകായിട്ടിക്കടേ. ഈ അക്രമിയായ ആൽമാർ, ഈ തമ്മാടിയായ ഈ അക്രമി ആര്? ഈ മുശ്രിക്കായവൻ. അള്ളാഹു അല്ലാത്തങ്ങളെ ആരാധിച്ചോണ്ടും, അള്ളാഹു അല്ലാത്തങ്ങൾ ബലി കൊടുത്തോണ്ടും, അള്ളാഹു അല്ലാത്തങ്ങൾ നേർച്ച പരിപാടിയാക്കണ്ടും, അള്ളാഹു അല്ലാത്തങ്ങളെ ഒരുപാട് സുജൂദാക്കണ്ടും ഇക്കടെ ഈ മനുഷ്യ ഉള്ളല്ലേ ശിർക്കാക്കിടവണു, അവനക്ക് സ്വർഗ ഹറാം, അവന്റെ പാർപ്പിട നരകായിട്ടിക്കടേ. മാത്രമല്ല ഈ അക്രമിയായ ആളുകളുടെ ആറ് സഹായിക്കുകയില്ല ചെന്നിട്ടായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധമായ ഖുർആനിൽ ചൊല്ലത് നിങ്ങൾ മനസ്സിലാക്കണം. ഞങ്ങളെ മരണം നമുക്ക് ഹക്കായിട്ടിരിക്കുന്ന സഹോദരന്മാരെ, ആ മരണത്തെ ഞങ്ങൾ ഓർക്കണം. എന്തേ നാളെ മരിച്ചു പോകുന്നു ചെന്ന് ഓർക്കണോ. ഈ ദുനിയാവ് ചൊല്ല ഈ ജീവിത
അവന് തൗഹീദ് ഉൾക്കൊണ്ടിട്ട് ജീവിക്കണോ, അവന് ഒറിജിനൽ തൗഹീദാവണോ, അള്ളാഹുടെ മാത്രമേ ആരാധിക്കണവണാവണോ. അള്ളാഹും അള്ളാന്റെ റസൂൽ എന്തിനാ നമുക്ക് പഠിപ്പാട്ടി തന്നരേ, അതിരമേ എടുത്തിട്ട് അള്ളാഹും അള്ളാന്റെ റസൂൽ നമുക്ക് എന്തിനാ ആദേശാക്കിട, അതിരെ ഞങ്ങൾ എടുത്തോണ്ടും അള്ളാഹും അള്ളാന്റെ റസൂൽ നമുക്ക് എന്തിനെല്ലാം നിഷേധാക്കിട, അതിൽ നിന്ന് ഞങ്ങൾ ദൂരത്താവുന്നു സഹോദരന്മാരെ. കാരണം ഞങ്ങൾ എന്റെ ഹയാത്തിൽ ഇപ്പൊ ഉള്ള ഒരു 5 നിമിഷം വിട്ട് നിന്റെ ജീവിതം എങ്ങനെ ആയിട്ടിക്കൂ, നാണ് ഹയാത്തിൽ ഇക്കുവേ അല്ലെ നമുക്ക് മരണമാ ചൊന്ന് ഞങ്ങൾ വിചാരിക്കണം സഹോദരന്മാരെ. അത്രയും മുട്ടത്തിലായിട്ടിക്കടെ ഞങ്ങളെ മരണ ചൊന്നിട്ട് ഞങ്ങൾ മനസ്സിലാക്കണം. എന്തേ പിന്നെ അൽ മൗതു ഖദ്ഹുൻ കുല്ലു നഫ്സിൻ ഷാരിബു വൽ ഖബ്റു ബാബുൻ കുല്ലു നഫ്സിൻ ദാഖിലു. ഇതിലെ വിഷയത്തിലെ ഒരു ചരണ ഇറ്റിക്കണത് എന്തിലൂടെ ചൊല്ലത്, അതാ പ്രതി ഒരു ജീവി കൂടെ എന്തേ മരണം സംഭവിക്കൂ, അത് ഹിരിയങ്ങമാ കിരിയങ്ങമാ, പാവത്തവന പൈസകാര, അതല്ലെങ്കിൽ പിന്നെ ബടക്കായവണ നല്ലവണ, അതല്ലേ ആർക്കും ചൊല്ലോ സാധ്യ എല്ലാവർക്കും മരണമുണ്ട്. അത് ഹക്കായിട്ട് ഒരു സംശയം വേണ്ട, മരണ ഹക്കായിട്ട്. അപ്പൊ ഈ മരണത്തെ ഞങ്ങൾ റെഡിയാവണു. എങ്ങനെ റെഡിയാവിടെ? അള്ളാഹുടെ മേലുള്ള ഒരു വിശ്വാസം ദൃഢപ്പെടുത്തണം. അള്ളാഹു അല്ലാത്ത ആരെ ആരാധിക്കോ തീരാ, ആരെ വിളിച്ചിട്ട് ഞങ്ങൾ കേൾക്കുകയില്ല. എല്ലാത്തും ഞങ്ങളെ റബ്ബായിട്ടിക്കടുള്ള പരിഹാരം. എന്ത് ഞങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഞങ്ങളെ നടുവിൽ എന്തായെങ്കിലേ ഇസ്ലാമില് ഒരു മുസ്ലിം പരസ്പരം എന്തെങ്കിലും ഒരു ഭിന്നഭിപ്രായം ഉണ്ടുണ്ടായെങ്കിൽ അവന് എവിടെയെങ്കിലും മടങ്ങണായത് ഞങ്ങളെ ബോബടെ അവങ്ങ മടങ്ങടല്ല, നിന്റെ ഉസ്താദ് ചൊന്ത് ഇങ്ങനെ അതല്ല, പരിശുദ്ധമായ ഖുർആനും തിരു സുന്നത്തായിട്ട് ഞങ്ങൾ മടങ്ങണം. ಅದಕ್ಕುಳ್ಳೆ ಪರಿಹಾರ ಅದಲಾಯ್ತಿಕಡೆ ಎಲ್ಲದಕ್ಕುಳ್ಳೆ ಪರಿಹಾರ ಅದಲು ಮಾತ್ರ ಆಯ್ತಿಕಡೆ ಸಹೋದರಮಾರೆ ನಂಗೆ മനസ്സിലാക്കരുടെ ഭിന്നിപ്പായിട്ട് ഞങ്ങൾ വേറെ വേറെ ആവുകതീരാ. അള്ളാഹുടെ ദീൻ ഒന്നേ ആയിട്ടിക്കടെ, അള്ളാഹുടെ ദീൻ ഒന്നേ ആയിട്ടിക്കടെ. ഏകനായ ആ റബ്ബ് ഞങ്ങളെ സൃഷ്ടിച്ചിട, ഞങ്ങളെ പരിപാലിക്കട, സർവ്വ ലോകത്തെയും പടച്ചിട്ട് നിയന്ത്രിക്കണവണു ആ റബ്ബല്ലാണ്ട് വേറെ അള്ളാഹുടെ സൃഷ്ടിങ്ങല്ല അല്ലേ. ഞങ്ങൾ മനസ്സിലാക്കണം. ഇന്നത്തെ ആൾമാർ, ഇന്നത്തെ ചില പഠിച്ച ആൾമാർ ചൊന്നോണ്ടുള്ളത് പാവപ്പെട്ടവന്റെ വിഷയമല്ല, വലിയ വലിയ പഠിച്ച ആൾമാർ ചൊല്ലത് ലോകത്തെ നിയന്ത്രിക്കരുത് CM മടവൂർ എല്ലാരും കേട്ടിരിക്കോറും. അള്ളാഹു തന്നെ ആ മൈൻഡ് ഉണ്ടല്ലോ ഞങ്ങളെ, അത് ഞങ്ങൾ തിങ്കാക്ക ഇത് എന്തിനെ ചൊന്നോണ്ടുള്ള ചെന്നപ്പോ തീവ്രത്തെ തിങ്കാക്കുന്ന ശക്തി അള്ളാഹു കൊടുത്തറ. ഈ ലോകത്തെ പഠിച്ചവൻ ആറ്, ഇതിനെ നിയന്ത്രിക്കണവൻ ആറ് ചൊന്നോട്ടെ സർവ്വ മനുഷ്യന്മാർക്ക് മനസ്സിലാക്കുവാൻ സാധ്യതയുള്ളൂ അല്ലേ. സൃഷ്ടിച്ച റബ്ബ് മാത്രമേ ഇരിക്കണം അല്ലേ. ഈ ലോകത്തിലെ എന്ത് രോഗമുണ്ടെങ്കിലോ ഹോസ്പിറ്റലിൽ പോണ്ട, മറന്നാക്കട എല്ലാം ആക്കട, ആരും ആയ ഞങ്ങളെ ജീവിക്കാൻ സാധ്യത ഉണ്ടാ. ഈ ലോകത്തിൽ അങ്ങനെ ആരെങ്കിലും ജീവിപ്പിച്ചിട്ട് മരിക്കാണ്ട് ഈ ദുനിയാവ് ബാക്കി അങ്ങനെ ആരും ഉള്ളറാ? ആരുമില്ല സഹോദരന്മാരെ. ഞങ്ങൾ മനസ്സിലാക്കണം. ലൗകാന ഫിദ്ദുന്യാ ബഖാഉ ലമാ മാത ഖൈറുൽ മുർസലീന മുഹമ്മദ്. ചിലപ്പോ ഈ പ്രപഞ്ചത്തിൽ ആറ് കായെങ്കിലും ഒരു അമരത്വ, ഒരു ശാശ്വതമായിട്ടുള്ള ജീവിതം കിട്ടേണ്ടായെങ്കിൽ അത് ലമാ മാത ഖൈറുൽ മുർസലീന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്ത് വിദായ ആക്കലന്തി മരിച്ചു പോവലന്തി. അങ്ങനത്തെ നബി പോലും മരിച്ചിര് എല്ലാ നബിമാരെ നേതാവായിട്ട് ഞങ്ങളെ നബി മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും ഈ ലോകത്ത് നിന്ന് ബാക്കിയായിട്ടില്ല, മരിച്ചു പോയിടേ, വഫാത്തായിടേ. ഇപ്പൊ ഞങ്ങൾ സാധാരണ മനുഷ്യന്മാരായിട്ടിക്കട, നമുക്ക് മരണ ഹക്കായിട്ടിക്കട് അല്ലേ. കാല് മരിക്കട ചെന്ന കാല് വറങ്ങോ പോണ്ടേമാ അല്ല, ശാശ്വതമായ വറക്ക് വറങ്ങുമ്പോ ഞങ്ങൾ അവത്തിൽ പോയിട്ട് ജാവ് വറങ്ങുമ്പത്തക്കോ ഞങ്ങളെ ശരീരത്തെ നൊമ്പലെന്താവൂല്ലേ അവിടെ മരണ ചെന്നിട്ടില്ല തോന്നുന്നുണ്ട്. അപ്പൊ അതൊക്കെ നൊമ്പലുണ്ട് അല്ലേ. ഇന്നലിൽ മൗത്ത് സക്കറാത്ത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗ്ഗത്തിൽ ഫസ്റ്റ് കടക്കുന്ന ഞങ്ങളെ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ നബി പോലും വഫാത്താകുമ്പോ അതാ മരണത്തിന് വരുത്തമുണ്ട് ചൊന്നത് അല്ലേ. മരണത്തിന് നൊമ്പലമുണ്ടോ സഹിക്കോ തീരാത്തത് അല്ലാഹുവിന്റെ റസൂൽ ചൊന്നത്. ഞങ്ങളെ പോലത്തെ മരണം എങ്ങനെ ആയിട്ട് ഞങ്ങൾ മനസ്സിലാക്കണം. ഞങ്ങൾ സദാസമയം ഞങ്ങൾ ചിന്തിക്കാനായിട്ടുള്ളത് അല്ലേ. പിന്നെ മാത്രല്ല ഇവിടെ നമ്മൾ പിന്നെ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലത് വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദാ വമാ തദ്രി നഫ്സും ബിഅയ്യി അർദിൻ തമൂത് ഇന്നല്ലാഹ അലീമുൻ ഖബീർ. സൂറത്തുൽ ലുഖ്മാൻ 34-ാമത്തെ ആയത്ത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലട്ടെ വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദാ. നാളെ എന്തിനെ സംഭവിക്കു ചൊല്ല ഒരു അറിവൂടെ ആർക്കുമില്ല. നാളെ എന്തിനെ സംഭവിക്കു ചൊന്നിട്ട് ആ അറിവൂടെ ചൊല്ലോ സാധ്യല്ല. ഗൈബിയായ ഒരു കാര്യം അല്ലാഹുവല്ലാട്ട് ആരും അറിയല്ലേ. മറിഞ്ഞ ഒരു കാര്യമുണ്ടല്ലേ, അത് പഠിച്ച റബ്ബല്ലാട്ട് ഇവിടെ ആരും ചൊല്ലുക സാധ്യല്ലേ.
ഏത് ഔലിയവും ചൊല്ലോ സാധ്യല്ലേ? അത് നമ്മൾ മനസ്സിലാക്കണം. സജ്ജനമായ സ്വാലിയായ ആള് ചൊന്നത് എത്ര വലിയ ആബിദായെങ്കും നാളെ എന്തിനു നടക്കും ചെന്നിട്ട് ആര് ചൊല്ലവും സാധ്യയില്ലേ? നന്നെ മരണത എവിടെ ചെന്നിട്ടും ആർക്കും ചൊല്ലോ സാധ്യല്ലേ? മരണം തന്നെ എവിടെ ആയിട്ട് ഭൂമിയിൽ വെച്ച് തന്നെ മരണമായിട്ട് ആർക്കും ചൊല്ലോ സാധ്യല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം അറിടവനും അവന് സർവജ്ഞനായിട്ടിക്കട. നാളെ നിന്റെ മരണം നിന്റെ എവിടെ വെച്ചിട്ടായിട്ടിക്കുക? റോഡുല നിന്റെ സ്വന്തം റായത്തില അല്ല പുറത്തെ റായത്തില എവിടെ ചൊല്ലവും സാധ്യല്ലേ? മരണ ഹക്കായിട്ടിക്കടേ. മരണത്തിൽ നിന്നിട്ട് ആറ് ബച്ചവാവോ സാധ്യമില്ല സഹോദരന്മാരെ. നിങ്ങൾ മനസ്സിലാക്കണോ? മരണത്തിൽ ആറ് ഓടി പോയിട്ട് എവിടെ പിടിച്ചു നിൽക്കും സാധ്യമില്ലേ? മരണം അവിടെ പിടിച്ചു നിൽക്കും. ഈ ലോകത്തില് എന്തെങ്കിലും ബടക്ക് അപരാധം ആക്കിയിട്ട് എവിടെ മേനെ വിളിച്ചു നിൽക്കാം പോയിട്ട് അല്ലേ? എവിടെ വിളിച്ചു നിൽക്കാം മേനെ ശിക്ഷ കിട്ടല്ലേ അല്ലേ? മരണത്തിൽ നിന്നിട്ട് ആറ് ബച്ചവാവോ സാധ്യമില്ല അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലുന്നത് ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗത്ത് വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദാ. സൂറത്ത് നിസാ 78-ാമത്തെ ആയത്ത്. എന്നിട്ട് അല്ലാഹു ചൊല്ലുന്നത് ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗത്ത്. നിങ്ങൾ എവിടെ ഇന്നവും മരണത നിങ്ങളെ പിടിച്ചിട്ടേ തീരൂ. അല്ലാഹു ചൊല്ലുന്നത് അല്ലേ? നിങ്ങൾ എവിടെ ഇന്നവും നിങ്ങളതാ മരണ പിടിച്ചിട്ടേ തീരൂ. വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദാ. അത് നല്ലവർ സുഭദ്രമായവർ കോട്ടര ഉൾക ഇന്നെങ്കും ശരി നല്ല ഭദ്രമായിട്ട് കെട്ടിട്ട് വെച്ചതിന്റെ ഭദ്രമായ ഒരു കോട്ടര ഉൾക ഇന്നെങ്കിലും അതാ നിന്റെ മരണ പിടിച്ചിട്ടേ തീരൂ. അല്ലാഹു ചൊല്ലുന്നത് മരണത്തിന് ബച്ചവാവ് ആറോ സാധ്യല്ലേ? ആ മരണത്തിന് വേണം ഞങ്ങൾ തയ്യാറാവുന്നു സഹോദരന്മാരെ. ആ മരണമായിട്ട് ഞങ്ങളോട്ട് വന്നത് അല്ലേ? ആ മരണത്തിന് ഞങ്ങൾ ബച്ചവാവുക സാധ്യയില്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല നിർമ്മത്തിൽ ചൊല്ലുന്നത് ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും ثم تردون إلى عالم الغيب والشهادة فينبئكم بما كنتم تعملون. സൂറത്തുൽ ജുമാ 8-ാമത്തെ ആയത്തിലെ അല്ലാഹു ചൊല്ലുന്നത് ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു. ഖുൽ നബിയേ നിങ്ങൾ വിട്ട ചൊല്ലറോ. അല്ലാഹു ചൊല്ലേ നബിയോട്ട് ചൊല്ലേ നിങ്ങളോട് നിങ്ങൾ ചൊല്ലറോ. നിങ്ങൾ ഏത് മരണത്തിൽ നിന്നിട്ട് ഓടി പോയിട്ടുള്ളറാ അത് നിങ്ങളെ വിട്ട വന്നിട്ടേ തീരൂ. ഏത് മരണത്തെ പേടിച്ച് നിങ്ങൾ ഓടി പോയിട്ടുള്ളറാ അത് നിങ്ങളെ വിട്ട വന്നിട്ടേ തീരൂ. അതുകൊണ്ടിട്ട് കുറഞ്ഞതായ ഈ പറഞ്ഞ നാളെ ഞങ്ങൾ ഈ ഭൂമിയിൽ ഞങ്ങൾ ജീവിക്കണായിട്ട് അല്ലേ? മരണ ഹക്കായിട്ട് മരിച്ചിട്ട് ഞങ്ങൾ പോണ്ടത് ഖബറുകായിട്ട് അല്ലേ? 6 അടി മണ്ണിന്റെ ഉൽക ആറും ഇല്ലാണ്ട് ഓരോരുത്തരെ പോയിട്ട് കിടക്കട പോലത്തെ ഒരു പ്ലേസ് ആയിട്ട് ഇവിടെ ഖബറ് ചൊല്ലത് ഞങ്ങൾ മനസ്സിലാക്കണം സഹോദരന്മാരെ. എന്തേ അതൊരു എക്സാം ഹാളായിട്ട് ഒരു പരീക്ഷ ഹാളായിട്ട് ഇവിടെ ഖബറ് ചൊല്ലത് എവിടെ ആരും ഇല്ലേ? ദുനിയാവ് ചൊല്ലത് ഇവിടെ ഞങ്ങൾ കൃഷി ചെന്നെങ്കിൽ അള്ളാഹുടെ ഇബാദത്ത് എടുക്കുന്ന പ്ലേസ് ആയിട്ട് ഇതിൽ ഞങ്ങൾ ഒരു പരീക്ഷ ആക്കണം ഞങ്ങളത് ഖബർ. അവിടെ ആറ് വിജയിച്ചനാ എന്നെങ്കിൽ അവനതാ അവിടെ സ്വർഗത്തിൽ അവനക്ക് സീറ്റ് റെഡി. അവിടെ വിജയിച്ചിട്ടുണ്ടായെങ്കിൽ അവന്റെ സീറ്റ് നരകത്തിലായിട്ടിക്കൂ. അള്ളാഹു ഞങ്ങളെ ആ സ്വർഗ പൂങ്കാവനത്തിൽ അള്ളാഹു ഞങ്ങൾ ഓർമ്മിച്ചു കൂട്ടട്ടെ. ഇത്ര ഞങ്ങൾ പ്രാർത്ഥിക്കുള്ളതായിട്ടിക്കടെ. അതുകൊണ്ടട്ടെ ഈ ഭൂമിയിൽ അള്ളാഹുടെ സദാസമയം ഞങ്ങൾ ഓർത്തിട്ട് ഞങ്ങൾ തക്വത്തോടു കൂടെ ഞങ്ങൾ ജീവിക്കാനായിട്ടിക്കടെ. അവനെ മറന്നിട്ട് ഭൂമിയിൽ തമ്മാടിയായിട്ട് ജീവിച്ചുണ്ടായെങ്കിൽ ഞങ്ങളെ പോക്കായിട്ടിക്കും. ദുനിയാവും ആഖിറവും നഷ്ടത്തിലായിട്ടിക്കും. യാതൊരു സംശയമില്ല. കാരണം ഞങ്ങൾ പിന്നെ ഖബറിലുള്ള ശിക്ഷ ഭയങ്കരമായ ശിക്ഷ ഖബറിലുണ്ടാവും അല്ലേ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബിമാർ കൊണ്ടല്ലേ ഒരു ആയത്തിനെ പഠിപ്പാട്ടി കൊടുത്തതുപോലെ ഖുർആൻ പഠിപ്പാട്ടി കൊടുത്തതുപോലെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതാ റസൂൽ സ്വഹാബിമാരോട് ചെന്നാ പഠിപ്പാട്ടി കൊടുക്കുകയാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്രി വമിൻ അദാബിൻ നാർ വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത് വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ. എന്തിനാണ് 4 കാര്യത്തെ വിഷയം നിങ്ങൾ അല്ലാഹുവിന്റെ എപ്പോൾ നിങ്ങൾ തേടേണ്ടി വേണോ? ഈ 4 കാര്യത്തെ വിഷയം നിങ്ങൾ തേടേണ്ടി വേണോ? ഒന്നാമത്തെ ചൊല്ല് അല്ലാഹുമ്മ പടച്ചവനേ ഇന്നി അഊദു ബിക നിന്റെ വിട്ട ഞാൻ കാവല അഭയ തേടേണ്ടുള്ള പടച്ചവനെ മിൻ അദാബിൽ ഖബ്രി ഖബർ ശിക്ഷയിൽ നിന്നിട്ട് വമിൻ അദാബിൻ നാർ രണ്ടാമത്തേത് വമിൻ അദാബിൻ നാർ നരക ശിക്ഷയിൽ നിന്നിട്ട് വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത്
അബാമന്റെ ഹയാത്തും അതുപോലെ മൗത്തിന്റെ ശേഷമുള്ള ആ ഫിത്നയിൽ നിന്നിട്ട് പിന്നെ ഫിത്നത്തിൽ മസീഹി ദജ്ജാൽ, ദജ്ജാലിന്റെ ആ ഫിത്നയിൽ നിന്നിട്ടും ഈ 4 വിഷയം നിങ്ങൾ എന്താ കാവലിനെ തേടിയോണ്ട് പേരുണ്ട്. അള്ളാഹുടെ നിങ്ങൾ കാവലിനെ തേടുണ്ട്. എന്തേ ഖബർ പോയാല് പിന്നെ അതാ ഖബർ ഞങ്ങൾ അടക്കിട്ടല്ലായാലും പിന്നെ എല്ലാവരും ഞങ്ങളുടെ മുട്ട് വന്നിട്ട് പറയും ഏലജയപ്പുറ വന്നേ മയ്യാവൂ. അവിടെ മലക്കുങ്ങ് പണ്ട് അവിടെ വന്നിട്ടുള്ള ചോദ്യമുണ്ടോ? കൂടെ എത്ര ഞങ്ങൾ ട്രെയിനിങ് എടുത്തിട്ടുണ്ടായെങ്കിലും അത് അവിടെ അതാവില്ലേ അല്ലേ? അവിടുത്തെ അത് ഭാഷ വേറെ, അത് അള്ളാഹു അവിടെ എവിടെ എന്തിനൊക്കെ തീരുമാനിക്കാൻ നമുക്ക് ചൊല്ലോ സാധ്യമല്ല. അവിടെ എത്ര വലിയ വലിയ പണ്ഡിതനായിട്ടുണ്ടെങ്കിലും ഈ ലോകത്തിൽ അവന് തമ്മാടിയായിട്ട് സത്യനിഷേധിയായിട്ട് പോയിട്ടുണ്ടെങ്കിൽ എത്ര വലിയ ആലിമ്യനായെങ്കിലും അവനോടെ ബായി തുറക്കാൻ സാധ്യത ഉണ്ടാവല. കേട്ട ചോദ്യത്തിന് ഉത്തരം കൊടുക്കേണ്ടി വരും അല്ലേ? കേട്ട ചോദ്യത്തിന് ആ പ്രശ്നത്തിന് ഉത്തരം കൊടുക്കണോ? അതല്ലെങ്കിൽ അതാ അവന് അവിടെ മലക്കല അടി പോലോ എവിടെ തോല ആ ഒരടി ചെന്ന് ഞങ്ങളെ ഇവിടെ പോലത്തെ അടിയല്ല. അവിടുത്തെ അടി അത് വേറെ ആയിട്ട് ഭൂമിയിൽ പൊടിയായിട്ട് പോകും. പിന്നെ അവിടെ പിടിച്ചിട്ട് പിന്നെ ശിക്ഷിക്കടതായിട്ടിക്കട്. അപ്പൊ അതിൽ നിന്ന് ഞങ്ങൾ പച്ചവാനം വേണ്ട. ഞങ്ങൾ ഖബറിൽ നിന്ന് ശിക്ഷയിൽ നിന്നിട്ട് ഞങ്ങൾ അള്ളാഹു ഞങ്ങൾ കാവലിനെ തേടണോ? ഇവിടെ ബെടക്കത്ര ആക്കട്ടെ, തമ്മാടി ആയിട്ട് ഒരുപാട് ശിർക്കും വിദ്യാത്ത് ആക്കട്ടെ. അള്ളാഹുടെ അങ്ങനെ കാവൽ തേടി അള്ളാഹു എവിടെ തറവു? അള്ളാഹുടെ മറന്നിട്ടായിട്ടിക്കടല്ലേ പണിയാക്കിയിട്ടുള്ളത്. ഇത് ഒരിക്കലും പാടില്ല സഹോദരന്മാരെ. ഞങ്ങൾ ഇവിടെ നല്ല ആയിട്ട് ഞങ്ങൾ ജീവിക്കണോ? എന്തേ ഞങ്ങളെ എല്ലാ കുശിരെ തീർക്കണ പോലത്തെ ആ ഒരു മരണമുണ്ടല്ലേ, അതൊക്കെ ഞങ്ങൾ തയ്യാറാവണം അല്ലേ? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ആക്കിച്ചോണ്ടേ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജൊന്തേ അക്സിറു ദിക്ര ഹാദിമിൽ ലദ്ദാത്ത് അൽ മൗത്ത്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലതേ എല്ലാ നമ്മുടെ ലൗകികമായിട്ടുള്ള ദുന്യവിയായിട്ടുള്ള എല്ലാ കൊസിയും എല്ലാ രസവും സ്വാദത്തും ഉണ്ടല്ലേ, തീർത്ത് ബുഡ്ഢ പോലോത്തെ മുറിച്ച് ബുഡ്ഢ പോലോത്തെ ആ മരണത്തെ നിങ്ങൾ ഓർക്കറോ? മരണത്തെ നിങ്ങൾ ഓർക്കറോ ചെന്നിട്ട് എന്തേ? ഇന്ന് ഞങ്ങൾ എത്ര സഹോദരന്മാർ 6 അടി മണ്ട ഉൾക്കൊള്ളു. 4 ഞങ്ങൾ പോയിട്ട് കടക്കട ചെന്നിട്ട് ബോധം നമുക്ക് വേണ്ടേ? നാളെ ഖിയാമത്ത് നാള് ഞങ്ങളെ മഹ്ശറത്തിൽ ഒരുമിച്ച് കൂട്ടുകൊണ്ടു. അവിടെ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടുകൊണ്ട് സഹോദരന്മാരെ, ഈ ദുനിയാവിൽ വേണ്ടാത്ത എല്ലാ ഗീബത്തും നമീമത്തും ഫിത്നവും ഫസാദും ആക്കട്ടെ. ഈ ലോകത്തിലുണ്ടല്ലേ തമ്മാടിയായിട്ട് ജീവിച്ചിട്ട് തമ്മാടിയായിട്ട് മരിച്ച മനുഷ്യ അല്ലേ? അവന്റെ ബായിൽ പണ്ട് എല്ലാ ബെടക്കത്തറും അനാംശമായിട്ടുള്ള ഫിത്ന ഫസാദും ഗീബത്തും നമീമത്തും കലവും പറഞ്ഞിട്ട് മേൽപുള്ളിന്റെ ആൾമാർ ഉള്ളവരുടെ ആയെങ്ക നാളെ ആഖിറത്തിൽ വെച്ചിട്ട് അവനക്ക് മുണ്ടോകൊന്നില്ല അല്ലേ? അവനക്ക് മുണ്ടോയില്ല. അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. സൂറത്ത് യാസീൻ 65-ാമത്തെ ആയത്ത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലുടെ അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം. അതാ അന്നത്തെ നാളുണ്ടല്ലോ ഞങ്ങൾ അങ്ങനെ ബായി ഞങ്ങൾ അസീൽ വയ്ക്കുക, അങ്ങനെ ബായിൽ പലക്ക പറയുകയില്ല. അന്ന് ഞങ്ങളെ ബായി അസീൽ വയ്ക്കുക. അങ്ങനെ ബായായിട്ട് ഞങ്ങളുടെ പൽക്ക പറയരുത്, അങ്ങനെ കൈ ഞങ്ങളുടെ പൽക്ക പറയരുത്, അങ്ങനെ കൈയായിട്ട് ഞങ്ങളുടെ പൽക്ക പറയരുത്. ഈ ലോകത്ത് അവന് എന്തെല്ലാം ആക്കിനെ ചെന്നിട്ട് അവന്റെ കാല് സാക്ഷി നിൽക്കണവിടെ ബായിൽ പൽക്ക പറയുകയില്ല സഹോദരന്മാരെ. ഞങ്ങൾ മനസ്സിലാവണം. അപ്പൊ മരണം ഞങ്ങൾ ഹക്കായിട്ട് മരണത്തെ സംബന്ധിച്ചിട്ടുള്ള ആ ഓർമ്മ ഞങ്ങൾക്ക് വേണു സഹോദരന്മാരെ. കാരണം ഇന്റെ നാളെ മരിച്ചു പോണ്ട് ഓരോ തടിയായിട്ടിക്കണ ഞങ്ങളത് ഇന്ന് ഞങ്ങൾ ഡ്രസ് ഇട്ട ഞങ്ങമേ കുളിക്കട എല്ലാം ആക്കേണ്ടുള്ള അല്ലേ? നാളെ ഞങ്ങളെ കുളിപ്പാട്ട ഞങ്ങമേ ബേരായിട്ടിക്കൂ, ഞങ്ങൾക്ക് കഫാന ഞങ്ങൾ ഡ്രസ്സിന്റെ ബേരായിട്ടിക്കൂ. ഞങ്ങൾക്ക് വേണ്ടിട്ട് അവിടെ അള്ളാഹു നിസ്കരിക്കണമേ അല്ലേ? ലാസ്റ്റ് പോയിട്ട് വറങ്ങടെ പ്ലേസിലും പോയിട്ട് ആരാ കൊണ്ട് ഞങ്ങളെ വളർത്തരേ. ഇത് ഞങ്ങൾക്ക് ഓർമ്മ വേണു അല്ലേ? ഈ ലോകത്തിൽ ഞങ്ങൾ ഇന്ന് കുറെ ആൾമാര് എന്തെങ്കിലും കഷ്ട ദുഃഖ ബന്ധ ഭർത്തക്ക് വർക്കം തന്നെ മരിപ്പാട്ട് പടച്ചവനായിട്ട് ചെന്നിട്ടുള്ളൂ. മരിപ്പാട്ടുണ്ട് അവന് മരണത്തിൽ നമ്മൾ പച്ചാവാട്ട് ഉപയോഗിക്കണേ. അവന് ദുനിയാവ് ഉള്ള കാലത്ത് അത്തോളം ജീവിച്ചല്ലേ, മരിച്ചാൽ പിന്നെ അവന്റെ രക്ഷ ഉണ്ടാവല്ലേ. ആ മരിച്ചവന്റെ ഖബറിൽ വെച്ചാൽ പിന്നെ ഖിയാമനാളല്ല, പിന്നെ എപ്പോഴും കാലകാലം അവന് രക്ഷ ഉണ്ടാവല്ലേ. ആര്? തമ്മാടിയായ മനുഷ്യൻ. അള്ളാഹുടെ പേരിൽ അള്ളാഹു അല്ലാത്തങ്ങളെ വിളിച്ചിട്ട് പ്രാർത്ഥിക്കണേ. ഞങ്ങൾ ഇത് മനസ്സിലാക്കണം. ഈ ശിർക്കാക്കിട്ട് ജീവിക്കണ ഉള്ളവരല്ലേ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് ഹിദായത്തിനെ വിളിച്ചു കൊടുക്കണം. ഞങ്ങൾ അത്ര പ്രാർത്ഥിക്കുള്ളത് ഞങ്ങളുടെ മനസ്സിലാക്കണത് എന്തേ? ഞങ്ങളെ കൂട്ടുകുടുംബം, ഞങ്ങളെ ഫാമിലി അല്ലേ? ഞങ്ങൾ തൗഹീദിലുള്ള ഞങ്ങളെ ഫാമിലി കുടുംബ എത്ര വിശേഷം പടച്ചേ റബ്ബിനെ പേടിച്ചിട്ട് ജീവിക്കറോ
എന്തേ നിങ്ങൾ നല്ല അള്ളാഹുടെ മാത്രമേ നിങ്ങൾ വിശ്വസിക്കറോ, അള്ളാഹു വേണ്ടിട്ട് നിങ്ങൾ കേക്കറോ അല്ലേ? തൗഹീദിന് പോലെ ചൊന്നു കൊടുക്കുമ്പോഴത്തേക്കും കേക്കാട്ടെ ആ ചൊന്നു കൊടുക്കണ ആ സലഫിക്ക് എന്തെല്ലാം പറഞ്ഞിട്ട് സലഫിമാർ ചൊന്നിട്ട് അങ്ങ് സലഫിക്ക് പറയടേ. ഈ സലഫി ചൊല്ല പേരെന്ന് ചെന്ന് ഒരാൾ മറു ഗുണസില്ല പറഞ്ഞ അങ്ങ് ബെറല് പിന്നെ കടിക്കടേ അല്ലേ? അങ്ങ് ബെറല് കടിക്കണ നാളെ ആഖിറത്തിൽ കടിക്കാൻ ഒന്നാവിടൂ. അങ്ങനെ നന്മ തിന്മ നല്ലത് വിളക്ക് എഴുതിയ കിതാബില്ലേ, അങ്ങനെ കയ്യിൽ കൊടുക്കുമ്പോ അപ്പ അങ്ങ് നോക്കണ മാലി ഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറ അല്ലേ? സൂറത്തുൽ കഹ്ഫ് ഓതുമ്പോ കിട്ടില്ലേ? അവന് നോക്കിടാ തമ്മാടിയായവനോ, ഈ തമ്മാടിയായ മനുഷ്യ അവന് കൊടുത്ത ആ കിതാബ് കൊണ്ട് നന്മത്തിന്മ എഴുതപ്പെട്ട ആ കിതാബിനെ അവന് നോക്കിട്ട് ചൊല്ലതേ മാലി ഹാദൽ കിതാബ്, ഇത് എന്തൊരു കിതാബായിട്ടിക്കട് അല്ലേ? ലാ യുഗാദിറു സഗീറതൻ വലാ കബീറ, ഒരു ചെറിയതും വലിയതും വിടാണ്ട് എല്ലാം ഇതിൽ എൻ്റർ ആയിട്ടുണ്ടല്ലേ, എല്ലാം എഴുതി റെഡി ഉണ്ട്. ഇവിടെ തമ്മാടിയായിട്ട് ആരെ ഗീബത്തിനെ ചൊന്നോടെ പോയാ തോപ ചോളം അവന് തോപ ചോളം ടൈമില്ല അവനു. കാരണം അവನು അള്ളാഹും അള്ളാഹു റസൂൽ ബേന ദുനിയാവ് അതിലെ ബാക്കിൽ അവನು പോയാ തോപ പോലോ ഇല്ലേ. സഹോദരൻ ഞങ്ങൾ ഇവിടെ മനസ്സിലാക്കണോ, ശിർക്കാക്കി അവനക്ക് സ്വർഗ കിട്ടല്ലേ, അത് നരക ഉറപ്പായിട്ടിക്കട്. അതേപോലെ ഇവിടെ ബിദ്അത്ത് ആറാക്കടരാ, നവീന ആചാര പുതിയ പുതിയ ആചാര രീതിയിൽ കൊണ്ടുവന്നങ്ങ് ഉള്ളറല്ലേ. അങ്ങ് മനസ്സിലാക്കണോ, അങ്ങ് അതിൽ നിന്നിട്ട് അങ്ങ് പിറകു പണ്ട് അല്ലാട്ടായെങ്കിൽ അങ്ങ് മരണമേ ഇത് അങ്ങ് എന്തായിട്ട് അങ്ങ് തോപ അള്ളാഹു സ്വീകരിക്കണേ ഒന്ന് അങ്ങ് മനസ്സിലാക്കണം. ബിദ്അത്ത് ആക്കടങ്ങളെ തോപ അള്ളാഹു സ്വീകരിക്കലേ അന്നങ്ങ് മനസ്സിലാക്കണം സഹോദരന്മാരെ. അപ്പൊ ഞങ്ങൾ ഇവിടെ ഉള്ളത് മുഅ്മിനായിട്ട് ഞങ്ങൾ ജീവിക്കണം. പെരിയ നാളെ ഞങ്ങളെ ജീവിത അള്ളാഹുടെയും അള്ളാഹുന്റെ റസൂലിനെ വിശ്വസിച്ച് അങ്ങ് എന്തിനാ ഞങ്ങൾക്ക് കാട്ടി തന്നെ മാർഗമുണ്ടാ അതിനെ പിൻപറ്റി ഞങ്ങൾ ജീവിക്കണോ. ഈ മാർഗം ജീവിച്ചിട്ട് ഈ മാർഗം മരിക്കടെ ആൾമാർ ഞങ്ങൾ ആവണോ, അതുക്ക് പിന്നെ ഞങ്ങൾ പരിശ്രമിക്കണോ. അതുകൊണ്ടിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ ഒരു സ്വാലിഹായ അമലാക്കുക അള്ളാഹു ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യട്ടെ. മൂമിനായി ജീവിച്ചിട്ട് മൂമിനായിട്ട് മരിക്കടെ മുത്തഖീങ്ങൾ അള്ളാഹു ഞങ്ങളെ ഉൾപ്പെടുത്തട്ടെ. അവന്റെ മരിക്കടെ സന്ദർഭത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊന്നിട്ട് മരിക്കുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് തരട്ടെ. അവന്റെ ജന്നാത്തുൽ ഫിർദൗസ് എന്ന സ്വർഗ്ഗത്തില് അള്ളാഹു ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൂട്ടട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.